നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. നമുക്ക് കേരള കലാവേദിയിലെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും നല്ലൊരു കൈഡി കൊടുക്കാം. ഒപ്പം ആ സന്തോഷത്തിൽ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോ ചേട്ടാ ആൻഡ് പ്രചോദേട്ടാ. എപ്പടി ഉഷാറല്ലേ? ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അത് ആദ്യത്തെ സ്കിറ്റിന് ശേഷം വിളിക്കട്ടെ. പോൾസൺ ആൻഡ് ബാസി ചേട്ടൻ കൂടെ അജീഷ് ചേട്ടൻ വരുന്നു അടുത്ത സ്കിറ്റിനായിട്ട്. ലെറ്റ്സ് വെൽക്കം. ആഹാ, നീ അത്ര കയ്യാ എന്നാ പിടിച്ചു. ഇതെന്തിനാ ഈ കാർഡ് കാണിച്ചത്? കോച്ചിന് തരാതെ പന്ത് കെട്ടിക്കൊണ്ട് വന്നേ. അതാണ് ഈ കാർഡ്. കോച്ചാന്നും പറഞ്ഞാ വന്നേക്കണം. ഈ ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? എടാ, ഇതെല്ലാം എല്ലാം അറിഞ്ഞിട്ടാണോ ഈ ഭൂമിയിലേക്ക് വന്ന് പിറക്കുന്നത്? എടാ, നിനക്ക് റൊണാൾഡോ ഡിസൂസ എന്ന് പറഞ്ഞൊരു കോച്ചിനെ അറിയാവോ? പുള്ളി ഏത് രാജ്യത്തെ കോച്ചാ? നിനക്കറിയാൻ പാടില്ലാത്ത രാജ്യത്തെ ഒരു കോച്ചാ പുള്ളി. പുള്ളി ആ രാജ്യത്തെ ചെറുപ്പക്കാരിലെ ഫുട്ബോൾ പഠിപ്പിച്ച് ആ കൂടെ പുള്ളിയും പഠിച്ച് കോച്ചായ ഒരാളാണ്. അത് ശരി. ആ പുള്ളിയുടെ പാതയാണ് ഞാൻ പിന്തുടരുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ലക്ഷങ്ങൾ അവിടുന്ന് മേടിച്ചേക്കണേ, മര്യാദക്ക് പഠിപ്പിക്കണേ. നീ ചുമ്മാ എന്നെ പഠിപ്പിക്കാതെ വാമ്പ് ചെയ്യാൻ നോക്കിയടാ. അവരമ്മ കൂടെ ഒരു തല്ലി വെച്ചുതരാം. ഇങ്ങനെയോ? ഇതിലാരാ കോച്ചാരാണ്? ഇതാണ് കോച്ച്. ഞാൻ ജെഫ്രി. പുള്ളി റെഫറി എന്ന് പറഞ്ഞു. റെഫറി അല്ല, ഞാൻ കോച്ച്. എന്റെ പേര് ജെഫ്രി. ഓ, ജെഫറി. എന്റെ പേര് ബിജു. എന്നെ ബിജു ഇറങ്ങിയത്? ഈ 101 രൂപ ഒന്ന് പിടിച്ചേ. എന്നെ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞ് മെസ്സി ആക്കി തന്നെ. മെസ്സിയാക്കാനാണ് ഈ 101 രൂപ തന്നത്. ഇത് 101 രൂപയുടെ ആവശ്യമില്ല, 1 രൂപയുടെ കേസേ ഉള്ളൂ. അല്ല, ഇരിക്കട്ടെന്ന് പൈസയുടെ ആവശ്യം വരികയല്ലേ? ആണല്ലേ? നാടാ, അവൻ തന്നതല്ലേ. കൊണ്ടുപോയി 3 തേയിലത്തോട്ടിന് അഡ്വാൻസ് കൊടുക്കും. കുറഞ്ഞു പോയോ? അത് കുറഞ്ഞു പോയോന്നോ? ഇത് ആരാന്നറിയോ? നാഷണൽ ലെവലിൽ കോച്ച് ചെയ്യുന്ന ഒരു കോച്ചാണ്. ആണോ? നിനക്ക് മെസ്സി ആവണോ? ആവണം. എങ്കിൽ കാശ് ഇറക്കണം. കാശ് തന്നെ ഇറക്കും. കാശ് എനിക്ക് പുല്ലാണ്. പിടിച്ചേ, എങ്ങനെയും ആക്കണം. ആ കാശ് പുല്ല വീണ്ടും 100 രൂപ തന്നിട്ടുണ്ട്. തേയിലത്തോട്ടിന് മാത്രമല്ല, ഏലത്തിനും കൂടെ. ശരി. അപ്പൊ ശരി, 201 രൂപയ്ക്ക് നിന്നെ ഞാൻ മെസ്സി ആക്കണം. എന്നെ ആക്കൂലേ? നീ വന്നപ്പോ തന്നെ ആക്കാൻ തുടങ്ങിയടാ. നിനക്ക് മനസ്സിലാകാൻ. അതാണ്. അല്ല ബിജു, നിനക്ക് ഈ മെസ്സി തന്നെ ആകണം ഇത്ര നിർബന്ധം? കോച്ച്, അതെന്നാ സംഭവം? അത് 2025 അർജന്റീന കേരളത്തിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ അർജന്റീനയെ കേരളത്തിൽ വെച്ച് എനിക്ക് മുട്ടുകുത്തിക്കണം. അതാണ് എന്റെ ലക്ഷ്യം. അർജന്റീനയെ മുട്ടുകുത്തിക്കാനാണ് 201 രൂപ വലിച്ചെറിഞ്ഞത്. നീ തകർത്ത. കോച്ച്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കോച്ച്. കോച്ച് ഈ മെസ്സി ആയിട്ട് എങ്ങനെയാ അടുപ്പം? എങ്ങനെയാ? എന്താണ് ചിരിച്ചോണ്ടായി അങ്ങ് പോവാണോ? യൂട്ടേൺ എടുക്കാൻ പോവാ. എടാ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നീ പറഞ്ഞു കൊടുക്കടാ. ഈ മേഴ്സി എന്ന് പറഞ്ഞ പെണ്ണ് ഈ പുള്ളിയും കൂടെ അടുക്കളയിൽ വെച്ച് ഭർത്താവ് എന്നാ ഇടി അടിച്ചെന്നറിയാമോ? നീ എന്നാടാ ഈ പറഞ്ഞു കൊടുക്കണം? അല്ലെ, ചെരുപ്പോടെ നിൽക്കുന്ന മേഴ്സിയുടെ കാര്യമില്ലായിരുന്നു. ചെറുപ്പക്കാരിയിൽ നിൽക്കുന്ന മെസ്സിയുടെ കാര്യമാണ് അവൻ ചോദിച്ചത്. എടാ, അർജന്റീന കളിക്കാരൻ മെസ്സിയുടെ കാര്യം അവൻ ചോദിച്ചത്. അതാണോ ബിജു? ഈ മെസ്സിയും കോച്ചും തമ്മിൽ അപ്പോ അടയും പോലെയാണ്. അതായത് ഭയങ്കര ബന്ധമാണ്. കോച്ചേ, പറഞ്ഞ് ഞാൻ കേറ്റി വെച്ചിട്ടുണ്ട്. അന്യായ കേറ്റായി. അപ്പോ അടയും അല്ലടാ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, കോച്ച് ഈ ഫീൽഡിലോട്ട് എന്ന് പോലെ വന്നത്? എങ്ങനെ വന്നത്? എങ്ങനെയാ? ഞങ്ങള് പാരമ്പര്യമായിട്ട് സ്പോർട്സ്മാൻമാരല്ലേ? പാരമ്പര്യമായിട്ട്? പിന്നെ എന്റെ അപ്പനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? ഇല്ല. എടാ, ഒളിമ്പ്യൻ മത്തായി എന്ന് പറഞ്ഞാൽ അറിയാൻ മേലത്തെ ആൾക്കാരില്ല. പുള്ളി മറ്റേ ഫുട്ബോളർ ആയിരുന്നോ? പുള്ളി ഫുട്ബോളർ അല്ല, പിന്നെ പുള്ളി മാരത്തോൺ ഓട്ടമായിരുന്നു. ദീർഘദൂര ഓട്ടം. ശരി. പുള്ളി 1962 ഒളിമ്പിക്സ് അപ്പനെന്ന് മാരത്തോണിൽ പങ്കെടുക്കുന്നുണ്ട്. ഒളിമ്പിക്സില്? ഒളിമ്പിക്സ് 7 ദിവസമാണ്. ആദ്യത്തെ ദിവസമാണ് ഈ മാരത്തോൺ. അപ്പൻ ചെന്ന് ആദ്യത്തെ ദിവസം മാരത്തോണിനായി ട്രാക്കിലേക്ക് ഇറങ്ങി. ഇവിടെ ഘടാഘടിയന്മാരെ 20 രാജ്യക്കാർ ചുറ്റും. ആദ്യത്തെ വെടി മുഴങ്ങി. അപ്പനൊരു കുതിപ്പായിരുന്നു. ഉള്ളത് പറയാലോ, അപ്പൻ ഇതേവരെ അങ്ങനെ ഒരു കുതിപ്പ് കുതിക്കണം ഞാൻ കണ്ടിട്ടില്ല. കുതിപ്പ് മാത്രമല്ല, ആ കുതിപ്പിന്റെ കൂടെ ഒരു കുന്തളിപ്പ് കൂടി പുള്ളിയുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഇന്ന് സംഭവം കളം പാടും. അപ്പൻ ട്രാക്കിന് തീ പിടിപ്പിക്കും. അപ്പൻ ഓടി തുടങ്ങിയാ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലല്ലോ. പുറകിലാരും കാണിയല്ല, എല്ലാരും മുമ്പേ മുന്നേ ഓടുമ്പോ അപ്പന് വാശി കയറും. പിന്നെ അപ്പം പറക്കുക. എന്റെ പൊന്ന് ബിജു, അപ്പം പറന്ന് ഫിനിഷിംഗ് പോയി ചെല്ലുന്ന കാണുന്ന കാഴ്ച ഒളിമ്പിക്സിന്റെ സമാപന സമ്മേളനം നടക്കും. 7ാമത്തെ ദിവസമാണ് ഓടി ഫിനിഷ് ചെയ്തത്. 7ാമത്തെ ദിവസമെങ്കിലും എത്തിയത് അമ്മയുടെ നേർച്ചയും വഴിപാടും. കൂടെ ഓടിയതൊക്കെ അവരൊക്കെ ട്രോഫിയും മേടിച്ച് അവരവരുടെ രാജ്യത്തിന് പോയി പെയിന്റിംഗ് പണിക്ക് പോകാൻ തുടങ്ങി. അപ്പനും ട്രോഫിയും പോയി, ഒരാഴ്ചത്തെ പണിയും പോയി, ഒരു കുളമെട്ട് പിടിച്ചിട്ട് നിന്ന് അതും നശിച്ചു. ഇങ്ങനെയൊക്കെ
നിക്ക്. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. എന്താണ്? ഈ ഒളിമ്പിക്സിലെ കോച്ച് നേരത്തെ പോയിട്ടുണ്ടോ? കാണാൻ വേണ്ടി പോയിട്ടുണ്ടോ? 5 വട്ടം. 5 വട്ടം ഒളിമ്പിക്സ് കാണാൻ പോയിട്ടുണ്ടോ? അതല്ല, ഈ ഒളിമ്പിക്സിന്റെ ലോഗോ ഇല്ലേ, അതിനകത്തൊരു 5 വട്ടം ഇല്ലേ, അത് പുള്ളി കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതാണോ? എടുത്ത് വെച്ച് നോക്കും. കോച്ച് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കോച്ച് ഏത് രാജ്യത്താണ് ഇതിനു മുമ്പ് കോച്ചിങ് നടത്തിയിട്ടുള്ളത്? എന്നെ കുറിച്ച് പഠിക്കാതെ വന്നേക്കും. അതെ, അതെ. എടാ ഞാൻ ബ്രസീലിലല്ലായിരുന്നു. ബ്രസീലിലായിരുന്നു. ആ. ഈ പെല എങ്ങനെയാ? 16 ദിവസം അമ്പലത്തിൽ കയറാൻ പാടില്ല. ഇറച്ചി മീനും തൊടിയാ ചെയ്തു. ഇത് ഞാൻ ബ്രസീലിലെ പെലയുടെ കാര്യമാണ് ചോദിച്ചത്. ബ്രസീലിലാണെങ്കിലും ഇറ്റലിയിലാണെങ്കിലും ഇന്ത്യയിലെല്ലാം പെല 16 ദിവസം ഉണ്ട്. നീ 17ാമത്തെ ദിവസം തൊട്ട് നീ കുന്തളിച്ചോടാ. ഞാനൊരു കുപ്പി മേടിച്ചു, ഞങ്ങളും വരാം. ഇങ്ങോട്ട് പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. അവൻ പറഞ്ഞു ബ്രസീലിന്റെ കളിക്കാരനായിട്ടുള്ള പെലയുടെ കാര്യമാണ്. എഡ്സൺ പെലെ. യെസ്. എടാ അങ്ങനെ ചോദിക്കണ്ടേ? നിനക്ക് വേറൊരു കാര്യം അറിയാം. എന്നാ കോച്ചേ? ഈ കളിക്കാരുടെ ജേഴ്സിയിൽ പുറകിൽ നമ്പറില്ലേ, അത് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഞാനാ. ആണോ? അതെങ്ങനെ? അതിന്റെ സംഭവം എന്നാ? ഞാൻ ബ്രസീലിന്റെ കോച്ചായിട്ടാണല്ലോ ചെല്ലുന്നത്. അതെ. അവിടെ ചെന്ന് കളിക്കാരെ പരിചയപ്പെട്ടപ്പോഴാണ് എന്നെ കിളിപാറിയത്. എന്നാ പറ്റി? ഉമ്മാരുടെയൊക്കെ പേര് റൊണാൾഡീഞ്ഞോ, കുടിഞ്ഞോ, തിരിഞ്ഞോ, മറിഞ്ഞോ, റോബിഞ്ഞോ, എന്നൊക്കെ പേരാ. റൊണാൾഡീഞ്ഞോ വിളിക്കുമ്പോ കുടിഞ്ഞോ കയറി വരും, കുടിഞ്ഞാനെ വിളിക്കുമ്പോ റോബിഞ്ഞോ കയറി വരും. ആകപ്പാടെ കൺഫ്യൂഷൻ. അപ്പൊ മനസ്സിലായി ഇമാരുടെ പേര് നമ്മളെ ചതിക്കും. എല്ലാത്തിനും നമ്പറും കേട്ടു. അപ്പൊ വിഷയമില്ല. 6 വിളിക്കുമ്പോ റോബിഞ്ഞോ കയറി വരും, 7 വിളിക്കുമ്പോ കുടിഞ്ഞോ കയറി വരും, 8 വിളിക്കുമ്പോ കാക്ക വരും. കാക്ക പിന്നെ കൈകൊട്ടി വിളിക്കുമ്പോഴല്ലേ? അത് വെലിക്കാക്ക. എടാ ഇത് ബ്രസീലിന്റെ കളിക്കാരൻ കാക്ക. ഇവൻ മെസ്സിയാവുന്ന എനിക്ക് അയ്യോ, തോന്നുന്നു. അങ്ങനെ പറയരുത്. എന്നെ മെസ്സി ആക്കണം. എനിക്ക് അർജന്റീനയെ മുട്ട് കുത്തിക്കണം. ഒന്ന് പറ. ചർച്ച വിളിക്കാതെ മാറി കിടക്കാൻ നിന്നെ മെസ്സി ആക്കും. ആണോ? ഇനി വന്നേ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഈ ക്രിസ്ത്യാനിയെ കുറിച്ച് എന്നാ അഭിപ്രായം? എന്റെ പൊന്നു ബിജു മതത്തെ കുറിച്ച് ചോദിച്ചെന്നെ ഞാനതല്ല, CR7 കുറിച്ചാണ് ചോദിച്ചത്. മനസ്സിലായില്ലേ? 7 പോലെ CR7 എന്ന് പറഞ്ഞ് കോള ഇറങ്ങിയോ? അതല്ലെന്ന്. CR7 ക്രിസ്ത്യാനിയോ റൊണാൾഡോ. എന്റെ പൊന്നു ബിജു, ക്രിസ്ത്യാനിയോ റൊണാൾഡോയോ ഒന്ന് കാണണം. ആണോ? ഭയങ്കര മസിലായിരിക്കൂലേ? കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടൊന്നും പറഞ്ഞു, ഒന്ന് കാണണം. ഞാൻ അതിനു വേണ്ടി ആശിച്ച് കാത്തിരിക്കുവാണ്. നിങ്ങൾ ബ്രസീലിലെ കോച്ചാന്ന് പറഞ്ഞിട്ട് പുള്ളിനെ കണ്ടിട്ടില്ലേ? റൊണാൾഡോ ബ്രസീലിലാണോ? പുള്ളി അങ്ങ് പോർച്ചുഗലിലല്ലേ? ഇപ്പോഴാണ് പോർച്ചുഗലും ഇല്ല, പുള്ളി ഇപ്പൊ ഗൾഫിലാ. ഗൾഫിൽ തന്നെ പണിക്ക് പോയതാണോ? ആ ബുർജ് ഖലീഫ തൂങ്ങിക്കിടന്ന് പെയിന്റ് അടിക്കുക. പുള്ളി അവിടെ ഗൾഫിൽ ഒരു ക്ലബിന് വേണ്ടി കളിക്കുവാണ്. ആണല്ലേ? ഗൾഫിൽ കളിക്കുന്ന കാരണം പുള്ളിക്ക് സ്വന്തം രാജ്യത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. അതിനാ ഗൾഫുകാർ നാട്ടിൽ ചെന്നാൽ നാട്ടുകാർ ചോദിക്കുമല്ലോ എപ്പോഴാ മടങ്ങി പോകുന്നത്. ആ ചോദ്യം കേൾക്കാൻ പറ്റാത്ത പുള്ളി മലയാളത്തിൽ ഫുട്ബോൾ കളിക്കും. കോച്ചേ, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചൊന്നും കാര്യമില്ല കേട്ടോ. എന്നെ ഇത് എന്തെങ്കിലും പഠിപ്പിക്കുക. പഠിപ്പിക്കാൻ നീ അനുവദിക്കുന്നു. നീ ഇന്റർവ്യൂ ചെയ്യില്ല വന്നപ്പോ. അത് എന്നെ പഠിപ്പിക്കുക. എനിക്ക് ശരി, നമുക്ക് തിയറി തൊട്ട് തുടങ്ങാം. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഫുട്ബോൾ. ആണോ? ഇതാണോ ഫുട്ബോൾ? ഇത് ഞങ്ങൾ തേങ്ങയാന്ന് പറഞ്ഞ് പൊതിക്കാൻ കൊണ്ട് നടക്കുവായിരുന്നല്ലേടാ. ഇത് ഫുട്ബോളാന്ന് പിന്നെ ഏത് പട്ടിക്കും അറിയാൻ പറ്റില്ല. ഞാൻ ചുമ്മാ പറഞ്ഞെന്നുള്ളൂ. എന്നെ ഇത് പഠിപ്പിക്കുക കോച്ചേ. തട്ടിക്കുറാവന് തട്ടിക്കുറാം. ശരി. ബിജു കേറിപ്പോ, ബിജു കേറിപ്പോ, കേറിപ്പോ, ബിജു കേറിപ്പോ, ബിജു കേറിപ്പോ. നീ എവിടെ പോവാ? കേറി പോകാൻ പറഞ്ഞു എന്നോട്. ഇത് പുറത്തേക്ക് കയറി പോകാനാണോ പറഞ്ഞത്? ഇവിടെ പന്തമായിട്ട് കയറി പോകാൻ. അതാണോ? കോച്ചേ, കോച്ചേ, എനിക്കൊരു സംശയം. നമുക്ക് പാസ് കിട്ടിയ എന്ത് ചെയ്യണം കോച്ചേ? ഓടിപ്പോയി സീറ്റ് പിടിച്ചോണം. ഇല്ലേ പാസുമായിട്ട് സീറ്റ് കിട്ടാതെ ലിബ്യനായിട്ട് നിൽക്കേണ്ടി വരും. ഞാൻ അതല്ല ചോദിച്ചത്. ഒരു പന്ത് നമ്മുടെ കാലയിലേക്ക് തട്ടിയിട്ടൊരു കളിക്കാരൻ തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വെച്ചണ്ടിരിക്കില്ല, നല്ല കളിക്കാർക്ക് ഇട്ടുകൊടുക്കും. ഇല്ല മറ്റവന്മാര് നമ്മുടെ കാലം കൊണ്ട് ഗോളടിക്കും. എടാ അനുഭവം കൊണ്ട് പറഞ്ഞാൽ കേട്ട് പഠിക്കുന്നീ. കോച്ചേ, എനിക്ക് 1-2 സംഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു തരണം. അതായത് പന്ത് ഇങ്ങനെ കാലയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തട്ടി തട്ടി ഈ കാലേക്കടെ ഉരുണ്ട് കയറ്റി വയറേക്കടെ ഉരുണ്ട് കയറി ഗ്യാസ് കയറി വരുവാണോ? അല്ലെന്ന് പന്ത് ഉരുണ്ട് കയറി ഇങ്ങനെ തലയിൽ വന്നാണ്ട് ഇവിടെ ഇട്ട് കറക്കണം. എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നില്ല വിഷമല്ലേ ഇവന് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുതികാലോട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് ഇട്ടുണ്ടാകും അടിച്ച് മുകളിലോട്ട് അടിച്ചു കൊടുക്കണം. തീർന്നില്ല. ഇല്ല, അതിന്റെ മേലെ അടിച്ചിട്ട് 3 റൗണ്ട് നമ്മളിങ്ങനെ കറങ്ങണം. അങ്ങനെ അടിച്ച് ഇങ്ങനെ ഗോളാക്കണം. അങ്ങനെ പറ്റുമോ? അത് ശരി, എന്നാ പിടി. ഇതെന്നെ ആന്റിഫോറോ? ആ ക്രിമികടിക്ക് ഇതാ മരുന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിനെ കുറിച്ച് നിനക്കെന്തറിയാം? അതൊന്ന് പറയാവോ? എനിക്ക് സിസർ കട്ട് അറിയാം. ഞാൻ തല്ലി ഓടിക്കും. എന്റെ സിസർ കട്ടെടുത്താൽ ഞാൻ സമ്മതിക്കില്ല. ഇവൻ അതിന്റെ ആളാ. രണ്ടും കൂടി എന്റെ സിസർ മുഴുവൻ കട്ടെടുത്ത് വലിക്കാനുള്ള പ്ലാനറ്റ് ഉണ്ടോ? എന്റെ പൊന്നെ, അത് ഞാൻ സിസർ കട്ടെടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്. വിട്ടേരെ, ആ കേസ് വിട്ടേരെ. പിന്നെ കോച്ചോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്നാടാ കോച്ച് വെട്ടിച്ചടിക്കൂ? വെട്ടിച്ചടിക്കുന്നോ? വെട്ടിച്ചടിക്കുന്നതിന്റെ ആളാണ് ഈ പുള്ളി. ഞാനും ഈ പുള്ളി കൂടെ ബാറിന്റെ വീട്ടിൽ കൂടെ പോകുമ്പോ എന്നെ വെട്ടിച്ച് പുള്ളി അകത്ത് കയറി 2 അടിച്ചിട്ട്. ബാർ എന്ന് പറഞ്ഞാൽ നീ ഉദ്ദേശിച്ച ബാർ അല്ല അവൻ ഉദ്ദേശിച്ചത്. പിന്നെ എടാ ക്രോസ് ബാർ. ഈ ക്രോസ് ബാറിന്റെ താഴെയാണല്ലോ ഗോളി നിൽക്കുന്നത്. ആ ഗോളിനെ വെട്ടിച്ച് ഈ ബാറിന്റെ സൈഡിൽ കൂടി 2 അടിക്കും. വെള്ളം ഒടിക്കാതെ അടിച്ചു കഴിഞ്ഞു. അങ്ങനെ അടിക്കും. അങ്ങനെ ഗോളടിക്കൂലേ? ഏതൊക്കെ ടൈപ്പിലല്ലേ ഗോളടി? പിന്നെ അല്ലാതെ വേറെ കാര്യം ഞാൻ പറയട്ടെ. എടാ നമ്മൾ കളിക്കണമെങ്കിൽ ഫുട്ബോൾ കളിക്കണം മെയിൻ വേണ്ട സ്റ്റാമിനയാണ്. സ്റ്റാമിന ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് തുടങ്ങി. കോച്ച് എത്ര മണിക്ക് എഴുന്നേക്കും? ഞാൻ 3 മണിക്ക് എഴുന്നേക്കും. 3 മണിക്ക് എഴുന്നേറ്റിട്ട് റബ്ബർ വെട്ടാൻ പോകും, പാല് കറക്കാൻ പോകും, പാല് കറക്കാനോ? പത്രം ഇടാനോ? പത്രം ഇടാൻ. പിന്നെ രാവിലെ ഈ സൈക്കിളിൽ എഴുന്നേറ്റ് നിന്ന് ചവിട്ടി എങ്ങോട്ടായി പോകണം? എന്റെ ദൈവമേ, ഞാനത് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നല്ലേ. പിന്നെ പോകുന്ന വഴിക്ക് ഒരു 500 റബ്ബർ വെട്ടും, കുറച്ച് പശുവിനെ കറക്കും, കുറച്ച് പത്രവും ഇടും. അത് ബോഡി ഒന്നും വാമപ്പാകാൻ അല്ല, ജീവിക്കാൻ വേണ്ടിയല്ല. പിന്നെ ഉണ്ടല്ലോ
ഈ ഇന്ത്യൻ ടീം എന്താ ഫുട്ബോളിൽ ശോഭിക്കത്തുണ്ടെന്ന് അത് ഞാൻ ചോദിക്കണം, എന്താ കാരണം എന്താ? സ്റ്റാമിന കുറവാ. മറ്റു രാജ്യക്കാർക്ക് ഭയങ്കര സ്റ്റാമിനയല്ലേ? ആണല്ലേ? യൂറോപ്യൻസ് ആണെങ്കിൽ ഭയങ്കര സ്റ്റാമിനയാണ്. ഈ യൂറോപ്പിനും ഇന്ത്യനും തമ്മിലുള്ള വ്യത്യാസം എന്നാ? യൂറോപ്പിനാകുമ്പോ പകുതി ഇരുന്നാ മതി, ഇന്ത്യനാകുമ്പോ ഫുള്ളി ഇരുന്ന് കഴിഞ്ഞാൽ എണ്ണേക്കാൻ എന്നാ പാടാന്നറിയോ? ഇതെന്നെ ഈ കാണിക്കണേ? ഇപ്പോഴത്തെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ അവസ്ഥ ഇതാന്ന് കാണിച്ചത്. അല്ലാതെ ലിഗമെന്റ് പോയിട്ടല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പക്ഷേ, കോച്ച് ഈ പുറത്തൊക്കെ ക്ലബിന് വേണ്ടി കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ? പിന്നെ ഏതൊക്കെ ക്ലബിന് വേണ്ടി കളിക്കാൻ പറ്റും? ഞാൻ ബാഴ്സലോണയുടെ കളി, ഞാൻ ബാഴ്സലോണയിൽ മാത്രമേ കളിക്കുള്ളൂ. അതിനെ ബാഴ്സലോണയെ മാത്രം കളിക്കണം? ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും റയൽ മാഡ്രിഡിനും വേണ്ടി ആ കളിക്കുക? രണ്ട് ക്ലബിന്റെ പേര് എനിക്ക് മിണ്ടിപ്പോയത്, എനിക്ക് കേൾക്കണ ഇഷ്ടമല്ല. അതിനാ പറഞ്ഞാൽ തെറ്റും. ന്യായത്തിന് വേണ്ടിയിട്ട് കോച്ച് കളിക്കുകയല്ല. കോച്ച് ഈ പല കളിക്കാരും ഓരോ പൊസിഷനാണല്ലോ കളിക്കാൻ. അതെ, അതെ. കോച്ച് ഇറങ്ങുന്ന പൊസിഷൻ ഏതാണ്? അതായത് നമ്മുടെ ടീം 100% തോറ്റു എന്ന് ഉറപ്പാവുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് കോച്ച് എന്നെ ഇറക്കി അങ്ങ് വിടും. അതിനെ ആ സമയത്ത് ഇറക്കി വിടണേ? എന്നായാലും കളി നോക്കും, ഇവിടെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. എന്നാലും കളി നോക്കുന്നോ? ഞാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ടീം നിന്ന് പിറക്കും. എതിർ ടീം അല്ല, സ്വന്തം ടീം. ഈ പുള്ളി എങ്ങോട്ട് അടിക്കണമെന്ന് ഒരു പിടുത്തവും കിട്ടുകയല്ല. പിന്നെ കളിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് അടിക്കണ്ടേ? ഞാൻ തലങ്ങും വിലങ്ങും ഷോട്ട് വായിക്കും. കോച്ച പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ ഇപ്പൊ ഫോർവേഡ് കളിക്കാരാണല്ലോ ആക്കാൻ പോണത്. നീ അല്ലെങ്കിലും ഇച്ചിരി ഫോർവേഡ് ആണോ? ഇപ്പൊ ഞാൻ ഇങ്ങനെ പന്ത് ഇങ്ങനെ കളിക്കും, ഗോൾ അടിക്കാൻ വേണ്ടി കയറ്റിക്കൊണ്ട് പോകാതിരിക്കട്ടെ. ഞാൻ ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോകുമ്പോ ഡിഫൻഡർമാർ എന്നെ വന്ന് പൊതിയാണ്. അത് മതി. അങ്ങനെ പൊതിഞ്ഞ് നിൽക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, പന്ത് കൊടുത്തിട്ട് സ്കൂട്ടായിക്കോണം അവിടെ. അല്ല, പുല്ലൂരി അടിച്ചവന്മാര് മുഴപ്പിക്കും. പോലെ ഇരിക്കും ഇവിടെ. എന്താ വേദന അറിയാമോ? അങ്ങനെ പറയരുത്. നമുക്ക് ഗോളല്ലേ വലുത്. എനിക്ക് പുല്ലൂരിയാ വലുത്. എനിക്ക് ഗോളാ വലുത്. എനിക്ക് പുല്ലൂരിയാ വലുത്. എനിക്ക് ഗോളാ വലുത്. നിനക്ക് എന്താ? എനിക്ക് പാനിപ്പൂരി. അല്ല, പട്ടൂരി. നിങ്ങളുടെ ഏതാ ഐറ്റം എന്ന് പറയാ. പിന്നെ ഞാൻ പോകുമ്പോ തട്ടുകട നടത്തുമല്ലേ, ഐറ്റം ചോദിക്കാൻ എടുത്തേ. നിങ്ങൾ ഇത് പറഞ്ഞോണ്ടിരിക്കാണ്ട് എന്നെ പഠിപ്പിക്കുന്നുണ്ടോ? എനിക്ക് അർജന്റീനയെ കേരളത്തിൽ വെച്ച് മുട്ട് കുത്തിക്കണം. ഞാൻ നോക്കിട്ട് അർജന്റീനയെ മുട്ടുകുത്തിക്കാൻ നിന്റെ മുന്നിൽ ഒരു വഴിയുള്ളൂ. എന്നാ കൊച്ചേ? അർജന്റീനിയൻ ടീം വരുമ്പോ നീ വിളിച്ച് ദുഃഖവെള്ളിയാഴ്ച നോക്കി നിന്റെ ഇടവ പള്ളി കൊണ്ടാക്കുക. എടാ, ദുഃഖവെള്ളിയാഴ്ച പള്ളി കയറിയാൽ അർജന്റീന എന്നല്ല ഏത് ടീമും മുട്ടുകുത്തിയെ പറ്റും. ഫുട്ബോൾ കോച്ചിനൊരു നല്ല കൈഡി. നേരത്തെ ഒരു അമ്പെയ്ത്ത് കോച്ചായിട്ട് വന്നപ്പോഴും നമ്മൾ ഒരുപാട് ചിരിച്ചു, ഇപ്പോഴും ഒരുപാട് ചിരിച്ചു. നസീർക്ക, അതിൽ അമ്പെയ്ത്ത് നല്ല രസമായിരുന്നു, പക്ഷെ ഫുട്ബോള് നമ്മൾക്കത്ര അങ്ങോട്ട് രസിക്കാൻ പറ്റിയില്ല. കാര്യം തമാശയുടെ ചെറിയൊരു കുറവുണ്ട്. നിങ്ങളുടെ വരുക എന്ന് പറയുമ്പോൾ ഒരു ചിരിയുടെ മഴയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ചിരിമഴ ഇതിൽ വന്നില്ല. തമാശയുടെ ഒരു കുറവേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും പറയാനില്ല ഇതിൽ. അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഷാജോൻ ചേട്ടാ, ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ആ കഴിഞ്ഞ ആ സ്കിറ്റ് ഉണ്ടല്ലോ, അതായത് ഈ അമ്പയത്തിൻ്റെ ആ സ്കിറ്റ് കാണാതെ ഈ സ്കിറ്റ് കണ്ടു കഴിഞ്ഞാൽ വലിയ തെറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതല്ലാതെ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ തമാശകൾ കുറവാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നിങ്ങളുടെ ഈ ഇപ്പോൾ ഒരു സ്കിറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഇതിന് മുൻപുള്ള പല സ്കിറ്റുകളും നമുക്ക് ഓർമ്മ വരികയാണ്. വാസി നിൽക്കുന്നു, അജീഷ് സപ്പോർട്ട് ചെയ്യുന്നു, മനസ്സിലായില്ല, നീ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഒരേ പാറ്റേൺ ഉള്ളൊരു പരിപാടി പിടിക്കുമല്ലോ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ വെറ്റൊന്നും കേട്ടാൽ നമുക്കൊരു ചിരി വരില്ല. ഇത് മറ്റതുപോലെ ഉണ്ടല്ലോ, ഇതുപോലെ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ചിരി വന്നത് ബാസിയുടെ ചില റിയാക്ഷനിലൊക്കെ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കലും അജീഷിൻ്റെ നേരെ പോകുന്നു. അജീഷിൻ്റെ കുറേ തമാശകളിൽ നിന്ന് കൗണ്ടറുകളൊക്കെ നല്ല ചിരിയും കാര്യങ്ങളൊക്കെ എനിക്കത് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം നെക്സ്റ്റ് ടൈം അത് മൊത്തത്തിൽ ഒന്ന് പൊളിച്ചടുക്കിയിട്ട് വേറൊരു സാധനം പിടിച്ചിട്ട് വരണമെന്നൊന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജോൻ ചേട്ടാ. പ്രജോ ചേട്ടാ, അജീഷേ, ഇതിന് ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ തന്നെയാണ്. കാരണം ഇത് അമ്പെയ്ത്ത് എന്ന് പറയുന്ന സാധനം കളിച്ച് കയറ്റി വെച്ചിരിക്കുകയാണ്. ആ സാധനം അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ്. അല്ലാതെ കൗണ്ടറുകളൊക്കെ നിങ്ങൾ ലാഗൊന്നും ചെയ്തില്ല, എല്ലാം ഷോർട്ടാക്കി തന്നെ കറക്റ്റ് മീറ്ററായിട്ട് ചെയ്തു. ഈ ഒരു പ്രതലം എന്ന് പറയുന്നത് ഈ ഇൻ്റർവ്യൂ പരിപാടികൾ നമ്മൾ കുറേ കണ്ടുകൊണ്ടായിരിക്കാം നമുക്കത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാധനം ഇതല്ല, അതിനപ്പുറത്തേക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വിമർശനത്തിന് സാധ്യതയില്ല. കാരണം നിങ്ങൾ പണിയെടുക്കുന്നുണ്ട്, ഞാനിവിടെ നിന്നിട്ട് നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്നില്ല. നിങ്ങൾ മൂന്നുപേരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. അടുത്തയിൽ ഇത് വയ്ക്കുക കേട്ടോ. താങ്ക് യു പ്രജോ ചേട്ടാ. അപ്പൊ മാർക്സ് നസീർക്കാൻ തുടങ്ങാം. ഞാൻ ഒരു 10,000 രൂപ കൊടുക്കുകയാണ്. 10,000 രൂപ. ഷാജോൻ ചേട്ടാ, 13,000 രൂപ കൊടുക്കും. ടോട്ടൽ 23,000 രൂപ. പ്രജോ ചേട്ടാ, ടോട്ടൽ എമൗണ്ട് 45,000 രൂപ. ഓക്കെ, അടുത്ത പ്രാവശ്യം പറഞ്ഞ പോലെ ഒരു ഗംഭീര ഐറ്റമായിട്ട് വായോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലെ അടുത്ത സ്കിറ്റ്. അജയ് ചേട്ടൻ, മനോജ് ചേട്ടൻ, സരീഷ് ചേട്ടൻ, വെൽക്കം. സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. മൂട്ടിൽ അസ്തമയം തുടങ്ങി, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല രാജകുമാരൻ. ചത്തുപോയോ ദൈവമേ? ഇങ്ങോട്ട് കേട്ട ഓളി കുത്തി
ഞാനൊരു ദുർബല നിമിഷത്തില് ആശാനെ എന്നോട് ക്ഷമിച്ചെന്ന് പറ. എന്റെ കീഴ്ചുണ്ടിച്ച് തരാമെങ്കിൽ ഞാൻ സംസാരിക്കാറില്ല. ആശാനെ അതെ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. ഇവൻ അറിഞ്ഞോണ്ടായിരുന്നെങ്കിൽ അമ്മിച്ചിപ്ലാവിന്റെ പൊത്തു പോലും ആയെന്ന് എന്റെ വാ. ആശാനെ ഞാനേ നല്ല ഒരു സ്വപ്നം കണ്ട് കിടക്കുമായിരുന്നു. അതാ നീ എന്താ ഏത് സ്വപ്നമാണ് കണ്ടത്? ഞാൻ എന്റെ കാമുകിയുമായിട്ട് കല്യാണം കഴിച്ചിട്ടേ ഞങ്ങളുടെ ആദ്യരാത്രിയാ സ്വപ്നം കണ്ടേ. എടാ നമ്മൾ രണ്ട് കള്ളന്മാരാ. കള്ളന്മാർക്ക് ദാമ്പത്യ ജീവിതം പറഞ്ഞിട്ടില്ല. ആശാന് എന്റെ മോളെ എന്താന്ന് അറിയാഞ്ഞിട്ടാ അവള് ഇറങ്ങി വരുമ്പോ രണ്ടു കോപ്പ തരണേ മധുരക്കള്ളാണെങ്കിൽ. എന്തുവാ ആരാണ്ട് തെങ്ങി എത്തുന്നു കൂമ്പയിൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. തെങ്ങിന്റെ കൂമ്പൽ അടിച്ചല്ല, ഞാൻ എന്റെ കൂമ്പൽ അടിച്ചതാ. നീ എന്തിനാ അടിച്ച് കൂമ്പ് പാട്ടുന്നത്? എന്റെ മോളിക്കുട്ടി അവൾ ഇവിടെ ഇരിപ്പുണ്ടോ ആശാനെ? ഇവിടെ ഇരിപ്പുണ്ടോ? ആശാന് വിശ്വാസം ഇല്ലയോ? എനിക്ക് വിശ്വാസം. ഞാൻ കാണിച്ചേ, ഞാൻ കാണിക്കും. കാണും കണ്ട എന്റെ മോളിക്കുട്ടി ഇപ്പൊ വിശ്വാസമായോ? വിശ്വാസമായി. ആശാനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ആശാൻ ഈ പ്രേമത്തിനെതിരെ നിൽക്കുന്നു. പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ആശാന് പ്രേമം വല്ലതും ഉണ്ടായിരുന്നോ? ചെറുതായിട്ടുണ്ടായിരുന്നതാ. ആ പെണ്ണ് ഏതായിരുന്നു? ഐറ്റം ഡാൻസ് ആയിരുന്നു അല്ല, അവിടെ പേരാ ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ഓ വെറൈറ്റി പേര് മങ്കാത്ത. തിരിഞ്ഞില്ല, തങ്കമ്മ. അല്ല എന്ത് ഈ പ്രേമം പൊട്ടാനുള്ള കാര്യം എന്തുവാ? അതൊരു വലിയ കഥയാ. ഒരു കാര്യം ചെയ്യുന്നു പറ, ഞാൻ ആ കഥയെന്ന് കേക്കട്ടെ. ഞാൻ ആ കഥ പറയാം. പക്ഷെ കോമഡി അല്പം കുറവാ തോന്നണ. അത് സാരമില്ല, പൊടിക്കൊക്കെ ഇട്ടിട്ട് ക്ലൈമാക്സ് ഗംഭീര ഒരു സാധനം അടിച്ചാൽ മതി, ഞാൻ ചിരിച്ചോളാം. എടാ ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് ഒളിച്ചോടാമെന്ന്. വീട്ടിൽ ചെന്നപ്പോ അവള് ബാഗെല്ലാം റെഡിയാക്കി തന്നു. എന്നോട് പറഞ്ഞു ചേട്ടൻ പിന്നാമ്പുറത്തോടൊപ്പാ, ഞാൻ ഫ്രണ്ടിൽ കൂടെ വരാമെന്ന്. ശരി, ഞാൻ ഈ ഭാഗമായിട്ട് പിന്നാമ്പുറത്തോട്ട് ഇറങ്ങുവേ അവിടെ തന്നെ എന്നെ പിടിച്ച് മരത്തെ കെട്ടിയിട്ട് ഇത് കണ്ടു. ഇത്ര അടിച്ചിട്ട് ആ പെണ്ണൊന്നും തടഞ്ഞില്ലേ ആശാനെ? അവളാണ് ആദ്യത്തെ കമ്പ് വെട്ടിക്കൊടുത്തത്. ആശാനെ ഈ കോമഡി ഇല്ലെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഇടുവായിരിക്കും. പക്ഷെ ക്ലൈമാക്സിനോട് അടുത്തപ്പോ നിങ്ങളൊരു പ്രതീക്ഷ വന്നു, പക്ഷെ അത് നടന്നില്ല. സമയം കിട്ടിയില്ല. അതിന്റെ തിരിഞ്ഞു നോക്കി ഞാൻ തരാം. എന്തിനായിരുന്നു കോമഡി അല്ല അവിടെ കണ്ടിട്ട് നീ ഐറ്റം വേറെ കളിച്ചു വന്നു. ആശാനെ മലർവാടി വിളിക്കുന്നു. മലർവാടി അല്ല മാർവാടി. ഹലോ ബോസ്. ठीक है ठीक है ठीक है ठीक है ओ कल 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 मरे എന്തുവാ പറഞ്ഞേ? ഹിന്ദിയാ പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായി. അതിന്റെ അർത്ഥം എന്തുവാ ചോദിച്ചത്? എടാ നമ്മൾ ഇന്നാളെ കൊട്ടാരത്തിൽ നിന്ന് മോട്ടിച്ച് അമൂല്യമായിട്ടുള്ള ആ കിരീടമില്ലയോ, അതാ മാർവാടി എടുക്കാമെന്ന്. ഒരു കാര്യം ചെയ്യ്, അത് എടുത്തോണ്ടോ നമുക്ക് പൊട്ടണം. അയ്യോ അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. 10-70 കിലോമീറ്റർ പോയാലേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. അതങ്ങനെ നമ്മുടെ മോടിച്ച് നിന്റെ ഏൽപ്പിച്ച സാധനം 10-75 കിലോമീറ്റർ ദൂരെ എങ്ങനെയാണ് പോയത്? നമ്മൾ ആ കൊട്ടാരത്തിൽ ആ കിരീടം എടുത്തില്ലേ, അതിന്റെ തൊട്ടിപ്പുറത്തൊരു പള്ളിയില്ലേ, ഞാൻ ആ പള്ളിക്കിണറ്റിലാണ് അത് സൂക്ഷിച്ചത്. അയ്യോ നീ എന്തിനാ പള്ളി കിണറ്റിൽ കൊണ്ടിട്ടത്? ആശാനോട് പറഞ്ഞില്ലേ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവെക്കാമെന്ന്. അന്നേരം ആശാൻ എന്തുവാ പറഞ്ഞത്? അതങ്ങ് പള്ളി മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ പള്ളിക്കിണറ്റിലിട്ടത്. അയ്യോ ഇത്ര ദൂരം കിടക്കുന്ന ആ പള്ളി വരെ രാത്രി ഇനിയും പോണമല്ലോ. ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി ആ പള്ളിയിൽ പോയി നമുക്കത് എടുക്കണം. അയ്യോ ഇന്ന് രാത്രി നടക്കുന്ന കാര്യമല്ലത്. എന്തോ നാളെ ക്രിസ്മസ് അല്ലേ, പള്ളി നിറച്ചു ആൾക്കാരായിരിക്കും, ചെന്ന് കയറി അമ്മ തല്ലി കൊന്നുകളയും. അതിന്റെ ഐഡിയ ഉണ്ട്. എന്തുവാ? നീ സാന്റയുടെ വേഷം എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഓപ്പറേഷൻ പള്ളിക്കിണർ. ഓക്കെ. എന്തോ പാത്തത്താറാവോ? എടാ ശബ്ദം ഉണ്ടാക്കല്ലേ. അത് തന്നെ എനിക്ക് ആശാനോടും പറയാനുള്ളത്. അച്ഛനുണ്ടോ? പിന്നെ അച്ഛനില്ലാതെ എന്നെ മരപ്പൊത്തിന്ന് വലിച്ചെടുത്താന്നോ? അതല്ല, ഈ പള്ളിയിൽ അച്ഛനുണ്ടോന്ന്. അച്ഛൻ അരമനയിലുണ്ട്. അപ്പൊ ഇവിടുന്ന് പോയില്ലയോ? എന്തുവാ അച്ഛൻ കരമനയിലുണ്ടെന്ന് പറഞ്ഞ? കരമനയല്ല, അച്ഛൻ അരമനെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന്. അച്ഛൻ അരമനെ കിടന്ന് ഉറങ്ങുന്നത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ കഥവെ തട്ടി വിളിച്ചപ്പോ പറഞ്ഞു ഉറക്കത്തെ ശല്യപ്പെടുത്താൻ. അയാളെ കഥ തുറന്നു വന്ന ഒന്നും സംഭവിക്കത്തില്ല. തുറന്നു വരും, പുറത്തോട്ട് വെട്ടമടിക്കും, വാഴയെ കണ്ട് പേടിച്ച് തിരിച്ചു കയറി പോക്കോളൂ. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അല്ല നമ്മുടെ ജീവിതം. ഞാൻ ഇതുപോലെ മൂട്ടിക്കാൻ പോയപ്പോ എന്റെ അനക്കം കണ്ട് ഒരാൾ എന്നെ നേർക്ക് ടോർച്ച് അടിച്ചു. ഞാൻ ആ മണിക്കൂറുകളോളം ആ ടോർച്ച് വെട്ടത്തിൽ ഇങ്ങനെ അനങ്ങാതെ നിന്നു. പിന്നെ ആശാൻ എങ്ങനെ രക്ഷപ്പെട്ടു? ആ ടോർച്ചിന്റെ ബാറ്ററി തീർന്നപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത്. ആശാൻ നിന്ന് കിളിച്ചേനല്ലോ അവിടെ. ഞാൻ പറഞ്ഞ ഡ്രസ് എടുക്ക് എടുക്ക എടുക്ക എടുക്ക. ഓ ശബ്ദം കവറിട്ട് കടു വറക്കാതൊന്ന്. ഇതെന്തിന്റെ ഡ്രസ്സായത്? ശാന്തയുടെ ഡ്രസ്. അയ്യോ ശാന്തയുടെ ഡ്രസ്സോ? പിന്നെ ആശാലി പറഞ്ഞ ശാന്തയുടെ ഡ്രസ് എടുക്കണം, ആരും അറിയാതിരിക്കാന്ന്. അയ്യോ ശാന്ത അല്ല. പിന്നെ എടാ കരോളിനൊക്കെ ഫ്രണ്ടിൽ പോകുന്ന ഒരു കാഴ്ചയുണ്ടല്ലോടാ. ആരാ? വില്യൻ ഡിക്രൂസ്. വില്യൻ ഡിക്രൂസോ? റോഷൻ ആൻഡ്രൂസ്. അതല്ല അവസാനം ക്ലോസ് ആവുന്ന ഒരാളാണ്. എല്ലാരും അവസാനം ക്ലോസാ. ഓ
സാന്താ ക്ലോസ്. ഓ ക്രിസ്മസ് അപ്പൂപ്പൻ എന്തായാലും കൊണ്ടുവന്നല്ലേ കൈ വെച്ചേക്കാൻ ചിലപ്പോ ഇതാണെങ്കിലോ നമ്മളെ രക്ഷിക്കുന്നത്. പിന്നെ ലോകത്ത് ആരെയാളാ നൈറ്റ് രക്ഷിച്ചിട്ടുള്ളത്? അതെനിക്കറിയത്തില്ല, പക്ഷെ എന്നെ ഇത് പലപ്പോഴും രക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെ? ആൾക്കാർ വീട് വളമ്പി ഇതിട്ടുണ്ടല്ലോ ഞാൻ ഇറങ്ങി ഓടുന്നത്. അയ്യോ ശംഭു കലറാ, തമ്പു കലറയോ? ശവ കലറാ. നമുക്കല്ല അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, നീ എടുക്കണ്ട. അന്ന് ഞാൻ ചോദിക്കട്ടെ ആശാനെ, ഈ കുരിശേൽ എന്തിനാ ഈ RIP എന്ന് എഴുതി വെച്ചേക്കുന്നത്? രാത്രി ഇറങ്ങി പോകല്ലെന്ന്. അങ്ങനെയാണോ? അവിടെ വരത്തില്ല അവര്. പേടിക്കണ്ട. പിന്നെ നമുക്ക് ഇത് എടുത്തോണ്ട് പെട്ടെന്ന് പോവണ്ടേ? നീ എടുക്ക്. ആശാനാണ് ആശാനല്ലേ ആശാൻ? എനിക്കറിയാം, എന്റെ വെള്ളത്തിൽ കാലം മുട്ടി കഴിച്ചാൽ പറ്റി ചോറി എനിക്ക് പറ്റത്തില്ല. നീ ആശാനെ എന്റെ ബുദ്ധിയിൽ ഒരു കാര്യം വരുന്നുണ്ടോ? ആ. നമുക്ക് ഫയർഫോഴ്സിനെ വിളിക്കാം, അവരടുത്ത് വരും. ഓ എന്ന് പറയാൻ നിന്റെ കുഞ്ഞുമ്മയില്ലേ ഇതിനകത്ത് കിടക്കുന്നത്? നീ ഇറങ്ങി എടുക്കാനെന്ന്. എനിക്ക് വാങ്ങി ഞാൻ എന്തൊരു ഇറങ്ങി എടുക്കാൻ. ഇറങ്ങല്ലേ. ഒരാള് നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നു. അനങ്ങാ നിക്കടാ. അത് മാതാവിന്റെ പ്രതിമയാണ്. പൊന്നു മാതാവേ. ഞാൻ ഇറങ്ങാം, ഞാൻ ഇറങ്ങാം. അയ്യാ എന്താ കിണറ്റിനകത്ത് മരപ്പെട്ട് കിടക്കുന്നു. എനിക്ക് പേടി ഇറങ്ങാൻ. മരപ്പെട്ടിയല്ല, കൊരങ്ങ. നോക്ക്. നോക്കട്ടെ. അയ്യോ മരപ്പെട്ടി ഉണ്ട്, കുരങ്ങും ഉണ്ട്, രണ്ടും ഉണ്ട്. നീ ആ കൊരങ്ങനെ ചാടിച്ചേ. ഓടാ കുരങ്ങി. എടാ മുടിക്കാതെ നമ്മുടെ നിഴലാ കാണുന്നത്. വഴി. ഞാൻ ഇറങ്ങാൻ പോവാണ് കേട്ടോ. ആരെങ്കിലും വരുന്നത് ഞാൻ നോക്കിക്കോളാം. നീ ഇറങ്ങിക്കോ. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അവസാനം എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തില്ലയോ? ഞാനില്ലാത്തതിൻ്റെയൊക്കെ നീയൊക്കെ അനുഭവിക്കടാ. കാണിച്ചു തരാം, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഈ കോപ്രായമാണോ ഈ പാതിരാത്രിക്ക് ഇവ കാണിക്കും? അച്ചോ, വളർന്നു വരുന്നൊരു കലാകാരനെ നിങ്ങൾ മുളയിലെ മുള്ളി. ആരാണ്ട് മുളകെ മുള്ളിയിട്ട് വരും. ചത്തുപോയ എന്റെ അപ്പച്ച അമ്മച്ചേ, നിങ്ങൾ അറിഞ്ഞോ? പള്ളിയിലെ നാടകത്തിൽ നിന്ന് അച്ഛനെന്നെ മാറ്റി. അപ്പച്ച അമ്മച്ചേ, ഞാനിനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കത്തില്ല. കുടുംബത്തോ നിങ്ങൾ എനിക്കൊരു സ്ഥാനം തന്നിട്ടില്ല. നിങ്ങളുടെ കുടുംബക്കല്ലറയിലെങ്കിലും എനിക്കൊരു സ്ഥാനം തരണേ. ഞാൻ ഈ കെട്ടി ചാടി ചാകാൻ പോവാതെ. അവൻ കെട്ടിച്ചാടുന്നു, പോയി രക്ഷപ്പെടുത്തണം. അവൻ ചാടത്തുണ്ട്. ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ സാധനം അവിടെ കിടക്കില്ല. ഞാൻ കെട്ടിച്ചാടുന്ന ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ പോയി രക്ഷപ്പെടുത്തണം. അസൽ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എന്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഞാൻ അവനെ പിന്തിരിപ്പിക്കാം. അച്ഛാ അമ്മച്ചി, ഞാൻ വരുവാനേ. അതൊക്കെ എങ്ങനാ ചാകുന്നേ? അല്ല പതുക്കെ സംസാരിക്കാൻ. ജീവനം മടുത്താൻ എനിക്ക് ചാകണം. എന്റെ സഹോദര, നിങ്ങൾ എന്തിനാണ് ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നത്? എന്റെ ജീവിതം മടുത്ത്. ഇങ്ങോട്ട് നോക്കിയേ, ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ നടന്നവനാ ഞാനും. ആണോ? ആ നമുക്കൊന്ന് ചെയ്യാം. അതല്ലെന്ന്. അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്ത് ജീവിതം മടുത്തു നിന്നപ്പോഴേ എന്നെ ജീവനോടെ രക്ഷിച്ച ഒരാളുണ്ട്. അദ്ദേഹം വലിയ മഹാനാണ്. അദ്ദേഹം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് മോട്ടിവേഷനുമായിട്ട്. വരുന്നത് തേളാണോ? എന്തുവാ മൂട്ടി വിഷം വെച്ചോണ്ട് വരുന്നു പറഞ്ഞു. മൂട്ടി വിഷം എന്നല്ല പറഞ്ഞേ, ഈ മോട്ടിവേഷൻ സ്പീക്കറാണ് പുള്ളി. അദ്ദേഹം വന്ന് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ച് പരിഹരിക്കും. പുള്ളിയുടെ പേരെന്താണെന്നറിയാവോ? ചൗധരി. അത് വായിച്ചത്ത് കിടക്കുന്നില്ല. അത് ചൗവരി. ഇത് RK ചൗധരി. അപ്പൊ സാറിവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ ഉപദേശങ്ങളും സാറ് തരും. എന്നെ രക്ഷിച്ച പോലെ സാർ നിങ്ങളെ രക്ഷിക്കും കേട്ടോ. സാറിനെ വിളിക്കട്ടെ? എന്തായാലും അപ്പോ നമുക്ക് സ്വാഗതം ചെയ്യാം വേൾഡ് ഫേമസ് മോട്ടിവേഷൻ സ്പീക്കർ RK ചൗധരി സാർ. ഹായ്, എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? ഞാനാണ് മോട്ടിവേഷൻ സ്പീക്കർ. അല്ല, ബേസുള്ള സ്പീക്കർ ആണല്ലോ. ഇത് സ്പീക്കർ ആണെങ്കിൽ നീ ആരാ? ഞാൻ മോട്ടിവേഷൻ സ്പീക്കർ, ഇവൻ മോട്ടിവേഷൻ. ഈ സ്പീക്കറും ട്യൂട്ടർ രാത്രിയാണോ മോട്ടിവേഷൻ ഇറങ്ങുന്നത്? ഞങ്ങൾ രാത്രി കാലങ്ങളിലാണ് ഇങ്ങനെ മോട്ടിവേഷൻ ഇറങ്ങുന്നത്. അതല്ല, ഞങ്ങൾ രാത്രി കാലങ്ങളിൽ ചിലരുടെ വാതിൽ കുത്തി തുറന്ന് മോട്ടിവേഷൻ നടത്തും. അങ്ങനെ ഒരുപാട് അടുത്ത് ചെയ്തിട്ടുണ്ട്. 28 കേസുണ്ട്. 28 കേസ്? 28ാമത്തെ കേസാണ് തന്റെ. നിങ്ങൾ 28 പേരെ രക്ഷപ്പെടുത്തി കാണും. പക്ഷെ എന്റെ പ്രശ്നം അതല്ല. നിങ്ങൾക്ക് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. ഞാൻ ചാടില്ല. എന്താണ് തന്റെ പ്രശ്നം? അന്നീ കരട് വിടാവുന്ന ഈ പ്രശ്നം അതല്ലെന്ന്. ഈ ക്രിസ്മസിന് നമ്മുടെ അച്ഛൻ ഡയറ്റ് ഒരു നാടകമുണ്ട്. ആ നാടകത്തിൽ ഞാൻ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ തക്ക സമയമായപ്പോ നാടകത്തിൽ നിന്ന് എന്നെ പുറത്താക്കി. അതെന്തൊരു പരിപാടി അച്ഛൻ ചെയ്തത്? എന്തായാലും ഞാൻ നാട്ടുകാർ മുന്നിൽ നാണം കെട്ട് ഞാൻ ചാടാൻ പോകും. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ എങ്ങനെ പോകും? എന്ത് കാരെ കുരുങ്ങി കിടക്കുവോ? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതിന്റെ വേണ്ടിട്ടാ ഊരി പോകുന്നു, മനസ്സിലായി? അതല്ല, ഒരു കാലത്ത് നമ്മുടെ വസ്ത്രം പോലും നമ്മളെ ഒഴിവാക്കി പോകും. നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ പ്രതീക്ഷകൾ വെച്ച് നടക്കണം. അവിടെ പ്രതീക്ഷയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും, നമ്മൾ രക്ഷപ്പെടും. ഉദാഹരണത്തിന് താങ്കൾ ഈ കിണറ്റിൽ ചാടാൻ വന്നില്ലയോ? ഈ കിണറ്റിനകത്ത് എന്തുണ്ട്? വെള്ളമുണ്ട്. അതല്ല, ഈ കിണറിൽ അമൂല്യമായ ഒരു നിധി കിടപ്പുണ്ട്. ഇതിനകത്തൊക്കെ നിധിയൊന്നുമില്ല. നിധി ഉണ്ടെന്ന് സങ്കല്പിച്ച് താങ്കൾ ഇറങ്ങി കഴിഞ്ഞാൽ താങ്കൾക്ക് നിധി കിട്ടും. എന്റെ സാറേ, ഇതിനകത്തൊക്കെ നിധിയില്ല.
നിധി ഉണ്ടെന്ന്. നീ ഇല്ലെന്ന് കൊണ്ടിട്ടല്ലേ കാട്ടി ഉറപ്പാന്നോ നിനക്ക്? കൊണ്ടിട്ടെന്ന് അല്ല, കൊണ്ടോട്ടിന്ന് വന്ന അവനെക്കാട്ടിലും ഉറപ്പാണ് ഈ അടുത്ത് കിടക്കുന്ന നിനക്ക് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. കൊണ്ടോട്ടിയിൽ എവിടെ താമസിക്കുന്നത്? സൗണ്ട് എടുത്തോ? അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഈ കണ്ടത്തിനകത്തിൽ ഒരു നിധി ഉണ്ടെന്ന് സങ്കല്പിച്ച് സാവകാശം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് നിധി കിട്ടും, നമ്മൾ രക്ഷപ്പെടും. ഉറപ്പാണ്. ഉറപ്പാണ്. ആറുമാറ് വാക്ക് ഞാൻ ഇറങ്ങാൻ പോവാ. നീതി കിട്ടിയില്ലെങ്കിലാ എന്റെ സ്വഭാവം മാറാൻ പോകുന്നത്. നീതി കാണുമല്ലോ. അതെ, അതെ. എന്താ പരിപാടിയാ കാണിച്ചത്? ഉറക്കളച്ച് കഷ്ടപ്പെട്ട് നമ്മൾ മോട്ടിച്ച കിരീടം അവൻ കണ്ടു കഴിഞ്ഞാൽ ഇത് എടുക്കാൻ പറ്റുമോ? നാട്ടുകാർ കൊടുത്തില്ലയോ? അതിനാ പറഞ്ഞ ഇത് വേണമെന്ന്. കൃതാവോ? കൃതാവല്ല, ബുദ്ധി വേണം. ബുദ്ധി. നിനക്ക് കിണറിനകത്ത് ഇറങ്ങാൻ പറ്റുമോ? എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് ഇറങ്ങാൻ പറ്റുമോ? തീരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനെ കൊണ്ട് നമ്മൾ അത് എടുപ്പിക്കുന്നു, നമ്മൾ അടിച്ചു മാറ്റുന്നു. ബുദ്ധി എടിനകത്തൊരു ചാക്കാട്ട് കിടപ്പുന്നു. വെള്ള ചാക്കാന്നോടാ? അയ്യോ ആണോ? സാർ ദിവ്യനാണോ? ഇടക്കിടക്ക് ദിവ്യത്തെ തെളിക്കേണ്ടി വരും, അതുകൊണ്ടാ പറഞ്ഞത്. എടുത്തോണ്ട് കയറുവാ. കയറുവാ. ഓ നല്ല വഴുക്കാവുന്നു. നീ എന്നെ പിടിച്ചു കയറ്റി. നീ ചാവാൻ വന്നില്ലയോ? അവിടെ കിട. അയ്യോ അഴിക്കട്ടെ 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 അഴിക്കട്ടെ. അസനെ, ഇതിനൊരു 1000 കോടി രൂപയെങ്കിലും കിട്ടും. മണ്ട, 1000 കോടി രൂപ അല്ല, പിന്നെ 900 കോടി രൂപ കിട്ടിയാലേ ഞാനിത് കൊടുക്കത്തുള്ളൂ. അത്രയ്ക്ക് അമൂല്യമായിട്ടുള്ള സാധനമാണിത്. വണ്ടന്മാരെ കയറി വന്നു. അതിനാകെ 350 രൂപയേ ഉള്ളൂ. അയ്യോ എടാ, 350 രൂപ നിവൻ പറയുമ്പോ നമ്മൾ ഇതിവിടെ കളയും. ഇവനെ കയറി എടുത്തിട്ട് കോടികളുണ്ടാക്കാൻ എന്തോ കുശുമ്പനാണ്. നവരത്നങ്ങൾ പതിപ്പിച്ച ഈ കിരീടത്തിന് 350 പോടായിരുന്നിട്ട്. അത് നവരത്നങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അല്ല, പിന്നെ നാളത്തെ നാടകത്തിന്റെ അച്ഛൻ വാടകയ്ക്കെടുത്ത കിരീടമാ. അയ്യോ, അങ്ങനെ ഒന്നെങ്കിൽ അച്ഛന്റെ റൂമിൽ കാണും ആ കിരീടം. ഇത് അവിടെ നിന്ന് എടുത്ത കിരീടം വല്ലതും അല്ല. എടാ പൊട്ട, ഇത് ഞങ്ങൾ എവിടുന്ന് എടുത്തെന്നറിയാമോ? ഈ പള്ളിയുടെ അപ്പുറത്തൊരു കൊട്ടാരമില്ലയോ, ആ കൊട്ടാരത്തിൽ നിന്ന് ഞങ്ങൾ മോഷ്ടിച്ച കിരീടമായത്. എടാ അത് കൊട്ടാരമൊന്നും അല്ല, പിന്നെ നാളത്തെ നാളത്തിന് വേണ്ടി കൊട്ടാരത്തിന് സെറ്റ് ഇട്ടേക്കുന്നതാ. ആശാനെ, ഓൾ സെറ്റാ. ഉണ്ടാക്കി സെറ്റായി പോയല്ലോ. നീ ഇപ്പൊ എന്തോ ചെയ്യും? ഇന്നലെ രാത്രി ഞാൻ കോടികൾ എണ്ണുന്നത് സ്വപ്നം കണ്ടായിരുന്നല്ലോ. സ്വപ്നം രാത്രി കണ്ടിട്ട് കാര്യമില്ല, അത് വെളുപ്പാങ്കാലത്ത് കാണണം. എന്തിന്? എങ്കിലേ ആ സ്വപ്നം ഫലിക്കൂ. ഈ കള്ളന്മാർക്ക് ടീമിന് ഒരു നല്ല കൈഡി. ഷാജൻ ചേട്ടാ, നന്നായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. ലെങ്ത് വളരെ കൂടിയതുപോലെ തോന്നില്ല. അതെന്താണ് അങ്ങനെ വരാനുള്ളൊരു കാരണം? നിങ്ങൾക്ക് അത് മനസ്സിലായിരുന്നു? നിങ്ങൾക്ക് തോന്നിയിരുന്നു ലെങ്ത് കൂടുതലാന്ന്? ഇടയ്ക്ക് തോന്നിയത് കട്ട് ചെയ്യുമ്പോഴേ കണക്ഷൻസ് ഒക്കെ ആണല്ലേ. പക്ഷെ അത് നോക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാര്യം നല്ല തമാശകൾ, നല്ല പൊട്ടിച്ചിരികളാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ സമയം കുറഞ്ഞാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ നല്ല പൊട്ടിച്ചിരികളും കൂടെ ചിലപ്പോൾ ഒരു ചെറിയ ചിരിയായിട്ട് അങ്ങ് മാറിപ്പോകുന്നു എനിക്ക് തോന്നുന്നു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണിത്. കുറേ നല്ല തമാശകളുണ്ടായിരുന്നു, പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന കുറേ നല്ല കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ 3 പേരിൽ നിന്ന് പ്ലേ ചെയ്യുമ്പോൾ വേറെ നമുക്ക് ബോറടിയും കാര്യങ്ങളൊന്നും തോന്നുന്നില്ലെങ്കിലും നമുക്ക് ചിരികളാണ് കുറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ 3 പേരും നല്ല പെർഫോമൻസ് ആണ്. നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് കറക്റ്റ് ടൈമിങ് ഡയലോഗ്സ് പറയുന്നു, തമാശകൾ ഉള്ളത് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടെ ഒന്ന് അടുപ്പിച്ചിട്ടൊന്ന് ടൈം കുറച്ച് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നെക്സ്റ്റ് ടൈം അതൊന്ന് നോക്കിയിട്ട് ചെയ്യണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, നല്ല കണ്ടന്റാണ് ഇപ്പം നിങ്ങൾ തിരഞ്ഞെടുത്ത സംഭവങ്ങൾ, ഫ്രഷ്നെസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല സംഭവങ്ങൾ മാത്രം കോർത്തിണക്കി ഒരു ശകലം ഒന്ന് ട്രിം ചെയ്തിരുന്നെങ്കിൽ സാധനം വെടിയും പുകയായിട്ട് നല്ലതായിരുന്നു. 3 പേര് നല്ല ഗംഭീരമായിട്ട് ചെയ്തു. ഒരിടത്ത് ഒരു ഫോൾട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നല്ല സബ്ജക്റ്റും ഒക്കെ ആയിരുന്നു. എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. മാക്സിമം അടുപ്പിക്കുക, നമ്മൾ വലിച്ചു നീട്ടാതെ ഉള്ളത് വൃത്തിയായിട്ട് ചെയ്യുക, പോവുക. ഓക്കെ, ഇത് കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ. മനോജ്, അജേഷ്, സനീഷേ, എനിക്ക് ഈ ആശയം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം നമ്മുടെ ഈ സ്കിറ്റിൽ അങ്ങനെ കാണാത്തൊരു സംഭവമാണ്. അത് അരമനയിൽ കയറി മോഷ്ടിക്കാൻ വരുന്നു. അവിടെ തൊട്ടുള്ള കൗണ്ടറുകൾ നല്ല രസമുള്ള കൗണ്ടറുകളായിരുന്നു കേട്ടോ. കാര്യം നിങ്ങൾ തമ്മിലുള്ള പ്ലേ എന്ന് പറയുന്നത് നല്ല ഉഗ്രം പ്ലേ ആയിരുന്നു. ക്ലൈമാക്സ് നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. ഓവറോൾ നല്ല ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ അതെ സെറ്റാക്കി. ഓക്കെ, അപ്പൊ ഈ പെർഫോമൻസിന്റെ മാർക്കിലേക്ക് പോവാം. നസീർക്ക, ഞാനൊരു 12,000 രൂപ കൊടുക്കുക. ഓക്കെ, 12,000 രൂപ. ഓക്കെ, പ്രചോദേട്ടാ. ഞാനും കുറയ്ക്കുന്നില്ല, 12 രൂപ. ടോട്ടൽ 24,000 രൂപ. ഷാജൻ ചേട്ടാ, അതാ നിങ്ങൾ തന്നെ കാണിച്ച പോലെ കിടക്കുന്നു. ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. ഓക്കെ, അപ്പൊ താങ്ക് യു. താങ്ക് യു.
ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. പാവപ്പെട്ട ഒരു ധനസഹായ പരിപാടിയാണ്, എല്ലാവരും നല്ല കേടി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. പാവപ്പെട്ട നിർധരനായ ഒരു യുവാവിന് ഒരു വീട് വെച്ച് നൽകുക എന്നുള്ള ലക്ഷ്യം, നല്ല പ്രോത്സാഹനം, നല്ല സംഭാവന. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് വന്നത്തി കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞ് വന്നത്തി കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ഞാന് എന്റെ QR കോഡ് ബഹിരാകാശത്തേക്ക് നയിക്കുക. ഇന്ന് നടത്തിയ പരിപാടിയിൽ കുറച്ച് ഫണ്ട് വരാനുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് ഫണ്ട് കിട്ടിയത് എനിക്ക് അത് പണ്ടേ കിട്ടിയല്ലോ. കിട്ടുമല്ലോ, കിട്ടുമല്ലോ. താൻ ആരാ? ഞാൻ ആരാണെന്ന് ഇവിടെ കൂടിയിരിക്കണം, ജനങ്ങളോട് ചോദിച്ചു നോക്കണം. അറിയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ സിംഗറാണ്. കണ്ടാലും പറയാം. നിങ്ങൾ എന്നാ അറിയാം? ആരാന്ന് പറ. ചത്തിയറ മുരളി. ഇങ്ങനെ പാടി ആരെങ്കിലും ചെത്തി ഇറക്കണ കാര്യമാണോ പറഞ്ഞേ? ചത്തിയറ മുരളി എന്റെ പേരാണ്. എന്റെ സ്ഥലത്തിന്റെ പേരാണോ പറഞ്ഞേ? ചത്തിയറന്നാണോ സ്ഥലത്തിന്റെ പേര്? അയ്യോ, അത് ആദ്യമേ പറയണ്ടായിരുന്നു. സോറി കേട്ടോ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. പണ്ട് പോലെ പ്രൊഫഷണൽ സിംഗറാണ്. താൻ എന്തിനു ഇവിടെ പരിപാടി നടത്തുന്നത്? എന്തിന്? ഒരു പാവപ്പെട്ട യുവാവിന് വീടില്ല, അപ്പൊ വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ധനശേഖരണാർത്ഥം. പാവപ്പെട്ട യുവാവ് താനല്ലടോ ഇത്? അയ്യോ, ഞാനല്ലടോ ഇത്. താനല്ലടോ ഇത്? അത് ഞാനല്ലടോ ഇത്. അറിയത്തില്ല. വെപ്പുമുടി വെച്ചോണ്ട് നടക്കോ ഇത്? താൻ തന്നെ. തനിക്ക് വീട് വെക്കാനാണോ താനീ കാണിക്കുന്നേ? പിന്നെ എനിക്ക് നിങ്ങൾ വീട് വെച്ച് തരുവോ? എന്റെ 10 പൈസ ഞാൻ ബാങ്കിൽ ഞാൻ ലോൺ കിട്ടിയില്ല, അപ്പൊ ഒരു വീട് വെക്കാൻ വേണ്ടി ഞാൻ തന്നെ ഗാനമേള നടത്തുന്നു, അത്രേ ഉള്ളൂ. ഈടോട് അന്തസ്സായിട്ട് ജീവിക്കട്ടോ, പണിയെടുത്ത് ജീവിക്കട്ടെ. എന്നെ കണ്ടുപിടിക്ക്. സ്വന്തം കാലം നിൽക്കുന്ന ഒരു സ്ത്രീയാണോ ഞാനേ? പിന്നെ ഞങ്ങളൊക്കെ വേറെയുള്ളവന്റെ കാലിലാണ് നിൽക്കുന്നത്. അങ്ങനല്ല പറഞ്ഞത്. ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുക, തങ്കമണി ഡ്രൈവിംഗ് സ്കൂള്. അതിന്റെ പ്രൊപ്പറേറ്റർ അതാണ് ഞാന്. ഇവിടെ ഞാൻ ലേഡീസിനെ മാത്രമേ ഡ്രൈവിംഗ് പഠിപ്പിക്കത്തുള്ളൂ, പുരുഷ വിദ്വേഷമായിട്ടല്ല. എന്റെ ഭർത്താവിന് സംശയമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ലേഡീസിനെ മാത്രം ഡ്രൈവിംഗ് സ്കൂൾ പഠിപ്പിക്കുന്നത്, അറിയാമോ? അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അത് തന്നെയല്ല, എന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറെ സിഗ്നൽ ഒക്കെ വരച്ചിട്ടുണ്ട്. നിങ്ങൾ എന്റെ 8ന്റെ പുറത്താണ് നിങ്ങളുടെ വണ്ടി കൊണ്ട് നിർത്തിയേക്കുന്നത്. ഉടനെ അത് മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ 16 ഞാൻ നടത്തും. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ മാറ്റാനുള്ള ഇത് സർക്കാർ പ്രോപ്പർട്ടിയാണ്, ഇത് പഞ്ചായത്ത് വക സ്ഥലമാണ്, എനിക്ക് അവകാശപ്പെട്ടതാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യും? നാളെ കുറച്ച് കഞ്ചാവ് കൊണ്ട് തരണോ? എന്താ കഞ്ചാവ് തരുന്നില്ലേ? ഇവിടെ പബ്ലിക് പ്രോപ്പർട്ടിയിൽ അങ്ങനെ കൊണ്ട് നടാനൊന്നും പറ്റത്തില്ല. താനൊരു കാര്യം മനസ്സിലാക്കണം. ആ കായലിന്റെ തീരത്ത് ഒരുപാട് സ്ഥലമുണ്ട്. തനിക്ക് അവിടെ പോയി ഇതെന്താ പാടിയാൽ എന്താ? കായലിന്റെ തീരത്തും കരക്കുമായിട്ട് ഇങ്ങനെ ഓടി കിടന്ന് ചാടി കിടന്ന് പാടാനായിട്ടേ ഇത് ഓമിനി വാനാണ്, അല്ല തവളയുടെ എഞ്ചിനല്ല ഇതിൽ പിടിപ്പിച്ചേക്കളെ ചാടി നടക്കാനായിട്ട്. അയ്യോ, ചാടി നടക്കാന് എന്തായാലും ഇവിടെ ഞാനിത് അനുവദിക്കത്തില്ല. ഞാൻ എന്തായാലും ഒരു യുവാവിന് വേണ്ടി നടത്തുന്ന പരിപാടിയാണ്, ഞാനത് ചെയ്യും. തനിക്ക് പാട്ട് പാടാൻ അറിയാവോ? പാട്ട് പാടാൻ അറിയാവോ? ഞാന് ആണിന്റെ പെണ്ണിന്റെ ശബ്ദത്തിൽ പാട്ട് പാടും. ആടിന്റെ മാടിന്റെ ശബ്ദത്തിലോ? ആടിന്റെ മാടിന്റെ അല്ല, ആടിന്റെ മാടിന്റെ ശബ്ദത്തിൽ ഞാൻ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ആണിന്റെ പെണ്ണിന്റെ ശബ്ദത്തിൽ ഞാൻ പാടും. പാടി അതൊന്ന് കേൾക്കണമല്ലോ, പാട്ട്. പ്രിയമുള്ളവരെ, അടുത്തായിട്ട് ആണിന്റെ പെണ്ണിന്റെ ശബ്ദത്തിലുള്ള പാട്ടാണ് നമ്മുടെ ധനശേഖരണാർത്ഥം പാടുന്നു. എല്ലാവരും നല്ലൊരു പ്രോത്സാഹനം നൽകണേ. പൂക്കൾ, പനിനീർ പൂക്കൾ, കാണുന്നുണ്ടോ? ഈണം, ഇളിതന്നീണം, നീയും കേൾക്കുന്നുണ്ടോ? കണ്ണു ഞാൻ രണ്ടാളും ഇതുവഴിയേ ഇവിടെ വരെ. അയ്യോ കൊള്ള, ഇതാണ്
എന്നാ പാട്ട് സംഗീതം എന്തുവാന്ന് ആദ്യം പഠിക്കണം. 3 വർഷം സംഗീത കോളേജിൽ പഠിച്ച ആളാണ് ഞാൻ. എന്റെ മുന്നിലാണോ താൻ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുന്നത്? എന്തൊരു വൃത്തിയോട്ട സ്വരമാണോ ഇത്? ഇങ്ങനാണോ പാട്ട് പാടുന്നത്? ഇവിടെ സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴക്കടലിലേക്ക് ഇറങ്ങി ചെല്ലണം. അവിടെ ചെന്നാൽ ചിലപ്പോൾ മുത്തും പവിഴും ഒക്കെ കിട്ടിയെന്നിരിക്കും. പക്ഷെ 7 ജന്മം തപസ്സിരുന്നാൽ പോലും തനിക്ക് ആ സംഗീതത്തിന്റെ ഒരറ്റത്ത് പോലും എത്താൻ കഴിയില്ലടോ. മഞ്ജുവാരുടെ ഇച്ചിരി കയ്യിന്ന് പോയി. മഞ്ജുവാരുടെ അടിച്ചല്ലേ? ഞാൻ മഞ്ജുവാരെ പിടിച്ചതൊന്നുമല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞത്. താൻ പാടിയത് കൊള്ളത്തില്ലായിരുന്നു. കയ്യിന്ന് പോകുമ്പോ ഇതൊക്കെ പറയാമല്ലോ. എന്നിട്ട് തന്റെ ഭാര്യയും പിള്ളേരും ഒക്കെ കൂടെ ഉണ്ട്. എന്റെ ഭാര്യയും പിള്ളേരും ഉണ്ട്. ഭാര്യ വണങ്ങിപ്പോയി. പിള്ളേരുണ്ട്. പിള്ളേരുണ്ടോ? ആ പിള്ളേരുണ്ട്. ഭാര്യ എന്താ വണങ്ങിപ്പോയെ? സംഗീതം. എന്റെ സംഗീതം നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആര് സഹിക്കൂടോ? ആര് സഹിക്കൂ ഇത്? അതെന്താന്ന് വെച്ചാലേ, ഞാൻ രാത്രി 1 മണിക്കൊക്കെ ഇരുന്ന് സാധകം ചെയ്യും. അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അവളെ ഇറങ്ങിപ്പോയി. ഇവിടെ 1 മണിക്ക് സാധനം ചെയ്ത് അവർക്ക് ഉറങ്ങണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് എഴുന്നേറ്റും ചെയ്യണം. അപ്പൊ എനിക്ക് ഉറങ്ങണ്ടേ? എടപ്പോ 1 മണിക്ക് അവർക്ക് ഉറങ്ങണ്ടേ? അല്ല, അപ്പൊ എനിക്ക് ഓഡിയൻസ് വേണ്ടേ? ഞാൻ പാടുന്ന ആരെങ്കിലും കേൾക്കണ്ടേ? അതുകൊണ്ടല്ലേ 1 മണിക്ക് അവളെ വിളിച്ചോ. താൻ സൈക്കോയാണോ? അങ്ങനെ സിംഗർ മാത്രല്ല, താൻ സൈക്കോയും. അല്ല, അങ്ങനെ തോന്നിയ ദിവസം പറയാം. അത് ശരിയല്ല. അറിയപ്പെടുന്ന സിംഗർ നാട്ടിൽ അത് ശരിയല്ല. ഇപ്പൊ സ്ഥലത്ത് ഭാര്യ ഭർത്താവും കൂടെ തല്ലി പിടിക്കണത്. വീട്ടിൽ പോയി കിടങ്ങും. അയ്യോ, നമ്മള് ഭാര്യയും ഭർത്താവുന്ന് പറയട്ടെ. എനിക്കൊരു വിഷയമൊന്നുമില്ല. എനിക്ക് വിഷയമുണ്ട്. എടോ, ഞങ്ങള് ഭാര്യയും ഭർത്താവൊന്നും അല്ല. ഓഹോ, കവിതാക്കളാണല്ലേ? എടോ, പറയുന്ന കേട്ടോ, നമ്മള് കവിതാക്കളാണ്. എന്തെങ്കിലുമൊക്കെ പറയാം. എനിക്ക് വിഷയം അതൊക്കെ. എടോ, ഞങ്ങള് കവിതാക്കളൊന്നും അല്ല. എന്തെങ്കിലും ആട്ടാ. എന്താ ചേച്ചിയുടെ പ്രശ്നം? എടോ, ഒന്നും പറയണ്ട. എന്റെ 8ന്റെ പുറത്ത് അങ്ങേര് വണ്ടി കൊണ്ടിട്ട്, അതാണ് പ്രശ്നം. താൻ എന്ത് മനുഷ്യനാണോ? ആ ചേച്ചിയുടെ നെറ്റിന്റെ പുറത്താണോ താൻ കൊണ്ട് വണ്ടി? നെറ്റിന്റെ പുറത്തല്ല, ഡ്രൈവിംഗ് സ്കൂളിലെ ടീച്ചറാ. പക്ഷെ ഞാൻ കൊണ്ട് വണ്ടി ഇട്ടേക്കണം. അവർ 8 മാറ്റിയിടണം. എന്റെ കുഴപ്പമാണോ? 1 തൊട്ട് 7 വരെ ഇല്ലേ? അവിടെ എവിടെയെങ്കിലും കയറ്റിയിടണമായിരുന്നു. 8 തന്നെ കൊണ്ട് ഇട്ടിരുന്ന ഒരു കാര്യം ചെയ്യും. താൻ 2ൽ കൊണ്ട് ഇടും. മനസ്സിലായി? അവിടെ പാർക്ക് ചെയ്തോ. തിളച്ചു കയറി എങ്ങോട്ട് പോവാ? ഇനി വാ. ഞാൻ പറയട്ടെ. ഞാൻ കേട്ട സെറ്റിംഗ്. പുള്ളിക്കാരൻ വണ്ടി കൊണ്ടുവന്ന് നേരെ 2ൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും. അപ്പം ഓടിച്ചെന്നിട്ട് നെട്ട് 8 വലിച്ചെടുത്തേക്കാം. ഒന്ന് നിർത്താവോ? എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം പറയട്ടെ, അതൊന്നും അല്ല ഇവിടെ വിഷയം. സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറി ഇയാൾ മിസ്ബിഹേവ് ചെയ്തു. എന്തോടാ നീ ചെയ്തത്? സ്ത്രീകളോട് നീ എന്തുവാ ചെയ്തെന്ന് എനിക്കറിയാം. ചെയ്താൽ ഹലോ, താങ്ക് യു. അടിച്ചോണ്ടിരിക്കുക കറണ്ട്. നല്ല കാര്യമുള്ള ഇപ്പൊ എന്തോത്തിനാ ഇങ്ങോട്ട് വന്നേ? പഠിക്കാൻ വന്നതാ. അന്ന് ആര് പറഞ്ഞു ഇവിടെ ഡ്രൈവിംഗ് ബാധിച്ചോന്ന്? 10,000 രൂപ പുളിങ്കുരു പോലെയാണ് ഗൂഗിൾ പേ ചെയ്തെന്ന്. അയ്യോ, അതൊരു അമ്പിളിയെ പഠിപ്പിക്കാനാ, തന്നെ പഠിപ്പിക്കാനല്ല. ആ അമ്പിളിയാണ് ഞാൻ. അമ്പിളിയോ? പേര് അമ്പിളിദാസ് എന്നാണ്. എന്നെ അറിയപ്പെടുന്നത് അമ്പിളി. എന്നെ ഒരു പെണ്ണാണല്ലോ വിളിച്ചത്. അതിന്റെ ഭാര്യയാണ്. അയ്യോ, എന്റെ ദൈവമേ, ഞാൻ പെണ്ണുങ്ങളെ മാത്രമേ പഠിപ്പിക്കൂ. ചേച്ചി ഒരു കാര്യം ചെയ്യും. ചേച്ചി വണ്ടിയുടെ ഫ്രണ്ടിരുന്ന് ഓടിച്ചോ, ഞാൻ പുറകിരുന്ന് കണ്ടുപിടിച്ചോളാം. ഇച്ചിരി ഇല്ലാത്ത ഒരു കൂട്ടറിനകത്ത് ഇപ്പം കുറെ ഇരുത്തിക്കൊണ്ട് ഞാൻ പോവാന്ന്. നല്ല പൂതിയാണല്ലോടാ നിനക്ക്. എന്റെ കാശ് കിട്ടണമെങ്കിൽ അത് ഞാൻ 2 ദിവസത്തിനുള്ളിൽ തരാം. എന്റെ കാശിന് വിലയില്ല. കാശിനൊക്കെ വിലയുണ്ട്, പക്ഷെ ഞാൻ ആണുങ്ങളെ പഠിപ്പിക്കത്തില്ല. അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചോളാം. എനിക്ക് പറ്റത്തില്ലെന്ന്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ ഗാനമേള അടുത്ത ജംഗ്ഷനിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. പോവല്ലേ. 1 മിനിറ്റ്. നിങ്ങൾക്ക് പൈസ ഇല്ലേ വേണ്ടേ? 1 മിനിറ്റ് ഒന്ന് നിൽക്കി. നിങ്ങൾക്ക് പഠിച്ചാൽ മതിയോ? എന്നാ ഇവിടെ നിൽക്കി. ചത്തിറ ഉരുളി. ഒന്ന് മുരളി, ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടന്റെ പാട്ട് ഞാൻ പല ജംഗ്ഷനിലും കേട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്റെ പാട്ട്. ചേട്ടനെ പോലെ കഴിവുള്ള വേറെ ഒരാളില്ല. ചേട്ടാ, എനിക്ക് ഒരു സഹായം ചെയ്യൂ കേട്ടാ. ചേട്ടന് ഡ്രൈവിംഗ് ഒക്കെ അറിയത്തില്ലയോ? അല്ല, എനിക്ക് ഡ്രൈവിംഗ് അറിയാം. ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ യോമിനിമാനും ഓടിച്ചോണ്ട് ഇവിടെ വന്നത്. ഇപ്പൊ ഒരാൾ വന്നേക്കുന്ന അയാൾ ഒന്ന് പഠിപ്പിക്കും. 5000 രൂപ. ഇല്ല, അത് അതിന്റെ ആവശ്യം എനിക്കില്ല. അതിന്റെ ആവശ്യം ഞാൻ ഇവിടുന്ന് പൊക്കോളാം. ഞാനല്ല, 3 വർഷം സംഗീത കോളേജിൽ പഠിച്ച ആളാ ഞാൻ. ചേട്ടന് വേണ്ടിയിട്ട് ഈ പിരിവ് ഞാൻ നടത്തും. ഞാൻ പാടും. ചേട്ടൻ അയാളെ ഒന്ന് പഠിപ്പിച്ചാൽ മതി. എനിക്ക് വേണ്ടി പാട്ട് പാടും. സംഗീതം 3 വർഷം പഠിച്ച ആളായതുകൊണ്ട് ഞാൻ സമ്മതിക്കണം. അത് തന്നെയല്ലേ, എനിക്ക് ഫീമെയിൽ ഇല്ല പാടാൻ. വല്ലപ്പോഴും ഫ്രീ ആണെങ്കിൽ എന്നോട് വന്നം പരിപാടിക്കൊക്കെ. ഉറപ്പായിട്ട് ഞാൻ എന്തും ചെയ്യും. പക്ഷെ ഇന്ന് ഇയാളെ ഒന്ന് പഠിപ്പിക്കണം. പഠിപ്പിച്ചോളൂ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? പാട്ട് പാടണം. ഞാൻ ശ്രുതിയല്ല. ഇതിപ്പോ എന്താ? അതിനകത്ത് കാശുള്ളതാ. വല്ല സംഭവം ഉണ്ടോ ഇതിൽ? ഞാൻ എങ്ങനെ എന്തെങ്കിലും പറയാം. അവിടെ ഒന്ന് അനൗൺസ്മെന്റ് നമ്മുടെ ഇതാണെന്നുള്ളത് കേട്ടോ. പ്രിയമുള്ളവരെ, ചത്തിയറ
മുരളിച്ചേട്ടൻ്റെ ഒരു വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി, പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാനൊരു പാട്ട് പാടി അദ്ദേഹത്തിനെ സഹായിക്കുകയാണ്. അപ്പൊ എല്ലാവരും സംഭാവനകൾ കൂമ്പാരമാക്കുക. ഇത് തുടങ്ങട്ടെ. ബാഹ്യരൂപം സ്വന്തമാക്കി, കണ്ണാടി ആദ്യമായൻ ബാഹ്യരൂപം സ്വന്തമാക്കി, ഗായക നിൻ സ്വരമെൻ ചേതനയും സ്വന്തമാക്കി. എല്ലാം സ്വന്തമാക്കിക്കൊണ്ട് പോയാണോ? കോടി സൂര്യകാന്തിയും വാണിഭത്തിൻ ഇത് വാണിഭമാണ്, ധനസഹായല്ലേ? അങ്ങനല്ല, വാണിഭത്തിൻ ചരക്ക് നമ്മൾ പാടി നിന്റെ കാൽക്കൽ വീഴും, എന്റെ കാല് തല്ലിയൊടിക്കും, നിന്റെ രാഗപാട്ടിൽ ഞാനും സ്വയമലിഞ്ഞയില്ലാതായടാ, കണ്ണാടി ആദ്യമായൻ ബാഹ്യരൂപം സ്വന്തമാ. സംഗീതം പഠിച്ചിട്ടുണ്ട്, ഹമ്മിങ് വേണ്ട. ഞാനിപ്പോ എന്താ ചെയ്തേ? ശ്രീമുള്ളവരെ, ഞാൻ വീട് വെക്കുന്നില്ല. എന്റെ പദ്ധതി ഞാൻ ഉപേക്ഷിച്ചു. ഈ ഫണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ കൈമാറുകയാണ്. എത്ര വർഷം സംഗീതം പഠിച്ചെന്നാ പറഞ്ഞേ? 3 വർഷം. 3 വർഷം അല്ലേ? ഒരു 3 ദിവസമെങ്കിലും ഏതെങ്കിലും സംഗീത അധ്യാപകന്റെ വീടിന്റെ വാതിക്കലെങ്കിലും പോയി കേട്ട് പഠിക്കുക. ഇത് പിടിച്ചോ. ഇനി മേലാൽ എന്റെ പുറകെ ഇങ്ങനെ നടക്കരുത്. അപ്പോ ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. പതിവ് പോലെ ഒരുപാട് ചിരിച്ചു എന്നറിയാം. നമ്മളെ നന്നായിട്ട് ഇവരെ സപ്പോർട്ടും ചെയ്തു. ഒരുപാട് ഇനിയും വിശകലന യോഗത്തിന് ആവശ്യമുണ്ടോ? നാളെ കാണാം, അത്രയേ ഉള്ളൂ. നമുക്ക് പോയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, അപ്പൊ നമുക്കെന്നാ അടുത്ത ദിവസം കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.